ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലും നല്ല റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. ഒരുപാട് ടിപ്സും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ചിക്കൻ മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഒന്ന് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസാണ്. ഞാനിപ്പോൾ ഒരു 600 ഗ്രാം അളവിലാണ് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റൈസ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പോസ്റ്റ്മാൻ റൈസാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 തവണ നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ അരിയിലുള്ള ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ അരിയെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. 2-3 തവണ ഒന്ന് വെള്ളമെല്ലാം കഴുകിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വീണ്ടും ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 30 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ അരിയെല്ലാം ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഈ മന്തി മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക്, അതുപോലെ തന്നെ ഒരു 2-3 പീസ് അളവിൽ വയനയിലയും കൂടി അത്രയും ചേർക്കാം. കൂടെ തന്നെ ഒരു 8ഓളം ഏലക്കയും ഒരു ചെറിയ പീസ് അളവിൽ കറുവാപ്പട്ട, അതുപോലെ തന്നെ ഒരു 7 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് അളവിൽ ജാതിക്കയും കൂടി. പിന്നെ നമ്മുടെ മന്തിക്ക് സ്പെഷ്യലായിട്ട് വേണ്ടതാണ് നല്ല ഉണങ്ങിയ നാരങ്ങയും കൂടി, ഡ്രൈ ലെമൺ. അപ്പോൾ ഇതുപോലെ നമുക്ക് കടകളിൽ വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മുഴുവൻ നാരങ്ങയുടെ പകുതി മാത്രം. നമുക്ക് ഇങ്ങനെ ഉണങ്ങിയ നാരങ്ങ വീട്ടിൽ തന്നെ തയ്യാറാക്കാനും പറ്റുന്നതാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതായത് നമ്മുടെ ഈ സ്പൈസസിൻ്റെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങും. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ വന്ന് തുടങ്ങും. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഇതെല്ലാം നമുക്ക് ഒരുപാട് അളവിൽ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇതുപോലെ മന്തി തയ്യാറാക്കുന്ന സമയത്ത് ഓരോ സമയം ഇതുപോലെ വറുത്തെടുക്കണം എന്നുള്ള ആവശ്യമില്ല. ആവശ്യമായിട്ടുള്ള മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മസാല എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ചിക്കനിലേക്ക് മസാലകളൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മുടെ ഈ മന്തിക്കും ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 750 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ വലിയ പീസാക്കിയിട്ട് വേണം നമ്മുടെ മന്തിക്കുള്ള ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നന്നായിട്ട് മസാല എല്ലാം ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ. അതിനുശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള മസാലകളാണ്. നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാല 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 4-5 ഏലയ്ക്ക, ഒരു 4 ചെറിയ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ മന്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാഗി ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. ഇനി നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം മാത്രം കളറും കൂടി ഇതിലേക്കൊന്ന് ചുമന്ന കളർ കൂടി ചേർക്കുകയാണ്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ചിക്കനെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് മസാലയെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ചെറിയ ബൗളായതിൻ്റെ പേരിൽ ഞാൻ അത്യാവശ്യം വലിയൊരു ബൗളിലേക്ക് ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിൽ മാത്രമേ ഈ മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഇത് പുറത്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതൊന്ന് അടച്ച് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. ഫ്രീസറിലല്ല, നല്ലതുപോലെ തണുപ്പിച്ചിരുന്നാൽ മാത്രം മതിയാവും. എന്നാൽ ശരി,
മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 30 മിനിറ്റ് മുതൽ കുറഞ്ഞതൊരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ ഒരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ പീസ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇതുപോലെ നമ്മുടെ കടായിലേക്ക് ഒന്ന് അടുക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പോളം എണ്ണയും കൂടിയാണ്. സൺഫ്ലവർ ഓയിൽ, മണമുള്ള എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇതുപോലെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. 1/4 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി. അപ്പോൾ നമ്മുടെ ഈ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നെയ്യിൻ്റെ. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഹൈയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈയിൽ വെച്ചിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിലേക്ക് നമുക്കിനി കൂടുതൽ വെള്ളമോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കനിലുള്ള വെള്ളം തന്നെ ധാരാളം മതിയാവും. ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം എല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ ഇതിങ്ങനെ ഫ്രൈ ആയി തുടങ്ങുകയാണ്. ഈ ഒരു സമയം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പിന്നീട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ ഈ ചിക്കൻ വേകുന്ന ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയൊരു കടായിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കൂടുതൽ വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന നമ്മുടെ അരി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അരിയെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു 4-5 അളവിൽ ഏലയ്ക്ക, ഒരു 3-4 ഗ്രാമ്പു, ചെറിയ പീസ് അളവിൽ ഒരു 2 കറുവാപ്പട്ടയും കൂടിയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ചോറിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി, അതായത് നമ്മുടെ വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ഉപ്പ് നമ്മുടെ ചോറിൽ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അരികളൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിളച്ച് വരട്ടെ. നമ്മുടെ അരിയെല്ലാം ഇപ്പോൾ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിക്കോളും. അരി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടേക്കും പോകരുത്. അത് കറക്റ്റായിട്ടൊന്ന് വേവിച്ചെടുത്തേക്കണം. ഒരു 80% മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഒരു 70-80%, അതായത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കരുത്. നമുക്ക് അങ്ങനെയല്ല ഇത് വെന്ത് കിട്ടേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ ഇതെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറെല്ലാം നന്നായിട്ടൊരു 70-80% ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം നമ്മൾ ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം വെന്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിക്കനിലേക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നമ്മുടെ ചിക്കനെ നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് വേണം ഒന്ന് തിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് വെന്തിട്ടുള്ളത്. ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം മാറ്റിയ ചോറ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മുകളിലേക്ക് കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളർ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഇതുപോലെ 5-6 പച്ചമുളകും കൂടി ചോറിലേക്കൊന്ന് ഇറക്കി വെക്കാം. അപ്പോഴത്തേക്കും ഈ പച്ചമുളകിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി ചെറിയൊരു സ്റ്റീൽ ബൗൾ ചോറിന് നടുവിൽ ഒന്ന് വെക്കുകയാണ്. അതിനുശേഷം ചെറിയൊരു പീസ് അളവിൽ കനലിട്ട് കൊടുത്തിട്ട് നല്ല ചൂട് കനലായിരിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം നെയ്യ് കൂടി ചേർക്കുകയാണ്. അപ്പോഴത്തേക്കും ആ കനലിൻ്റെ പുക ഇങ്ങനെ ഉണ്ടാവും, വന്നുകൊണ്ടേയിരിക്കും. ഉടൻ തന്നെ നമ്മളൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ഈ അടിയിലുണ്ടായിരുന്നില്ല ആ ചെറിയൊരു ഗ്രേവിയൊക്കെ, അപ്പോൾ അത് വീണ്ടും ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മോക്കി സ്മെല്ലെല്ലാം നമ്മുടെ ചോറിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും 5 മിനിറ്റിൽ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷും തയ്യാറാക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പകുതി സവാളയും ഒരു 2 പച്ചമുളക്, 4-5 അളവിൽ വെളുത്തുള്ളി അല്ലിയും ഒരല്പം മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ നരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്.
ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ പുക എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്, നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ് ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് ഈ കനലും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകെല്ലാം മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ആ ചിക്കൻ എല്ലാം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊരു പാത്രത്തിലേക്ക്, മറ്റൊരു കടായിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം, ഒന്ന് തട്ടി കൊടുക്കാം നമുക്ക്. ഇതൊന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും അടിക്കൊന്നും പിടിക്കാതെ, നമ്മുടെ പാത്രത്തിൻ്റെ അടിക്ക് ഒട്ടും തന്നെ പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക്. ഇനി നമ്മുടെ ഈ ചിക്കൻ പീസ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ അതൊക്കെ എല്ലാ പീസും ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ആ ചിക്കൻ്റെ ആ ഗ്രേവിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ മസാലകളെല്ലാം നമ്മുടെ ഈ ചോറിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ മന്തിയുടെ ആ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. നല്ല ഫ്ലേവറും നല്ലൊരു മസാലയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ചിക്കനിൽ പ്രത്യേകിച്ച് ചേർത്തില്ല ആ മസാലക്കൂട്ട്, അതൊക്കെ ഇതിലൂടെ നന്നായിട്ട് നമുക്ക് അത് കഴിക്കുമ്പോൾ അത് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ചോറ് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റി എന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്കും ഷുവറായിട്ടുള്ള റെസിപ്പിയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. നമ്മൾ ഈ മന്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടപ്പാടാണ്, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. അതുകൊണ്ട് പേരിലാണ് ഞാൻ പറയുന്നത്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മന്തിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.